വാക്കും ഒഴുക്കും തമ്മിലൊരു അഭേദ്യമായ ബന്ധമുണ്ട്. പൊതുവെ വാക്കുച്ചരിക്കുമ്പോൾ ഒഴുക്കുണ്ടെങ്കിൽ നമ്മുടെ ഭാഷണത്തിന്, നമ്മുടെ അവതരണത്തിന് ഭംഗിയുണ്ടാവും, കേൾക്കാൻ കുറച്ചുകൂടി ആസ്വാദ്യകരമായിരിക്കും. എങ്ങനെയാണ് വാക്കിനെ ഒഴുക്കോടെ അവതരിപ്പിക്കുക? ഒഴുക്കിൽ സംസാരിക്കാൻ, ഒഴുക്കിൽ പ്രസംഗിക്കാൻ, അവതരണം നടത്താൻ നമുക്കുണ്ടാവേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് കൂടുതൽ വായനയ്ക്കപ്പുറത്ത് നിങ്ങൾ വായിച്ചതും അറിഞ്ഞതും അനുഭവിച്ചതുമായ കാര്യങ്ങളെ പറയാനുള്ള ഒരു ശേഷി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. പൊതുവെ ഒഴുക്കില്ലാത്ത ആളുകൾ, സംസാരത്തിൽ പ്രസംഗത്തിൽ ഒഴുക്കില്ലാത്ത ആളുകളുടെ പ്രശ്നം വായനക്കുറവല്ല, മറിച്ച് അവർ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിരന്തരമായി പ്രസംഗത്തിൻ്റെ വഴിയെ, പ്രഭാഷണത്തിൻ്റെ വഴിയെ നമ്മുടെ നാവിനെ സഞ്ചരിപ്പിക്കാൻ സാധിക്കുമ്പോൾ നമ്മുടെ സംസാരത്തിന്, നമ്മുടെ പ്രസൻറ്റേഷന്, നമ്മുടെ പ്രസംഗത്തിന് വേണ്ടത്ര ഒഴുക്കുണ്ടാവുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒഴുക്കെന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്ന ഒന്നല്ല. നിരന്തരമായ അഭ്യാസത്തിലൂടെ, നിരന്തരമായി വേദി പങ്കിടുന്നതിലൂടെ, നിരന്തരമായ പ്രസൻറ്റേഷനിലൂടെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റിയാണ്. നിങ്ങളുടെ വായന കൂടിയാലും കുറഞ്ഞാലും അത് ഒരുപക്ഷെ നിങ്ങളുടെ ഒഴുക്കിനെ ബാധിക്കുന്നില്ല. പക്ഷേ നന്നായി വായിക്കുന്ന ആളുകൾക്ക് കുറച്ചുകൂടെ നല്ല പദസമ്പത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നതാണ് വാസ്തവം. അപ്പോൾ ഒഴുക്കിനു വേണ്ടി ഇന്നു മുതൽ പരമാവധി വേദി പങ്കിടുക, കിട്ടുന്ന അവസരങ്ങൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുക.